ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജനുവരി 25 ശ്രീ അദ്വൈതാചാര്യരുടെ ആവിർഭാവ ദിനമാണ്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുന്നെയായി പഞ്ചതത്വ മന്ത്രം പറയാറുണ്ട്. അതിൽ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്നാണ്. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ യുഗ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ അംശവിസ്തരണമാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവതാരം തന്നെയാണ്, ഭക്ത അവതാരമാണ് ശ്രീ അദ്വൈതാചാര്യർ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണവർണം ത്വിഷാ കൃഷ്ണം സാങ്കോ പാങ്കസ്ത പാർഷദം. ഭഗവാൻ വരുമ്പോൾ എപ്പോഴും ഭഗവാന്റെ പാർഷദരും കൂടെ ഉണ്ടാകുമെന്ന്. അതാണ് അദ്വൈതാചാര്യർ. അദ്വൈത എന്ന വാക്കിൻ്റെ അർത്ഥം വ്യത്യാസമില്ലാത്തത്. അതായത് അദ്ദേഹവും അദ്വൈതാചാര്യരും ഹരിയും ഒന്നാണ്. ആചാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം അദ്വൈത എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹവും ഹരിയും ഒന്നാണ്. ആചാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബദ്ധാത്മാക്കളെ ഭക്തിയുത സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. ആചാര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നൊക്കെ തന്നെയാണ്. എന്നാൽ അത്തരമൊരു ആചാര്യന്മാരുടെ ധർമ്മം എന്തെന്നാൽ കൃഷ്ണാവബോധം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ്. അദ്വൈതാചാര്യൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഏതൊരു സത്യസന്ധമായ ആചാര്യൻ്റെയും ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ലോകമെമ്പാടും കൃഷ്ണാവബോധ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ്. അതാണ് ഒരു ആചാര്യൻ്റെ, അദ്വൈതാചാര്യൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഏതൊരു ആചാര്യൻ്റെയും ധർമ്മം. അദ്വൈതാചാര്യർ ജനിക്കുന്നത് 1434 അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുബേർ പണ്ഡിറ്റും അമ്മ ശ്രീമതി നാഭാദേവിയുമാണ്. നാഭാഗ്രാം എന്നൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം ശാന്തിപൂരിലോട്ട് മാറുകയായിരുന്നു. അദ്വൈതാചാര്യർ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ കാരണോദകശായി വിഷ്ണു. അദ്ദേഹം ജഗത് കർത്തയാണ്. ഭാഗവതത്തിലും ബ്രഹ്മസംഹിതയിലുമൊക്കെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശ്വസന പ്രക്രിയയിൽ അദ്ദേഹം ശ്വാസം വിടുമ്പോൾ അനേകം ബ്രഹ്മാണ്ടങ്ങൾ വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് മഹാവിഷ്ണു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജഗത് കർത്ത എന്ന് പറയുന്നത്. അദ്ദേഹം പ്രകൃതിയെ കടാക്ഷിക്കുമ്പോൾ പ്രകൃതി പ്രചോദിതമാവുകയും അങ്ങനെ ചരാചരങ്ങൾ ക്ഷണേന സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്വൈതാചാര്യർ മഹാവിഷ്ണുവിൻ്റെയും സദാശിവൻ്റെയും ചേർന്നുള്ള അവതാരമാണെന്ന് പറയുന്നു. ഈ സദാശിവ എന്ന് പറയുന്നത് വിഷ്ണു തത്വമാണ്. ഈ സദാശിവൻ വരുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ്, മഹാവിഷ്ണുവിൻ്റെ ഒരു വിസ്തരണമാണ്. അതുകൊണ്ട് അദ്വൈതാചാര്യർ മഹാവിഷ്ണുവിൻ്റെയും അവതാരമാണെന്ന് പറയുന്നു. കാരണം എന്താണ്, ഈ സദാശിവം വരുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് പറയാം അദ്വൈതാചാര്യർ സദാശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അവതാരമാണെന്ന് പറയാം. യുഗാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ യുഗാവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭു വരാൻ അനേകം കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം ശ്രീ അദ്വൈതാചാര്യരുടെ പ്രാർത്ഥനയും കഠിന വ്രതങ്ങളുമായിരുന്നു. അന്ന് കലിയുഗത്തിൽ ആൾക്കാരുടെ അവസ്ഥ, ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് അദ്വൈതാചാര്യർ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു.
കാരണം എല്ലാവർക്കും പണവും പ്രതാപവും മതി. അപ്പോൾ അത് നേടാനുള്ള മറ്റു പൂജകളും അതിലൊക്കെയായിരുന്നു എല്ലാവരും താല്പര്യം. ഭഗവത് നാമത്തിൽ ആർക്കും തീരെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ്, അത് പാഴാക്കിക്കളയുന്ന ജീവാത്മാക്കളെ കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നും ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പുരാണങ്ങളിൽ കണ്ടു ഭക്തരോട് അത്യധികം വാത്സല്യമുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിയിലയും ഒരു കൈപ്പത്തി വെള്ളവും മാത്രം അർപ്പിക്കുന്ന ഒരു ഭക്തന് സ്വയം വിൽക്കുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം നിരന്തരം എല്ലാ ദിവസവും കുറച്ച് ഗംഗാജലവും തുളസിയിലയും വെച്ച് ഭഗവാനെ വിളിച്ചിരുന്നു. സങ്കീർത്തന അവതാരം വേഗം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നും നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അട്ടഹാസം എന്നാണ് പറയുന്നതിൽ. അദ്ദേഹത്തിൻ്റെ ഉറച്ചുള്ള നിലവിളി ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വിട്ടങ്ങ് വൈകുണ്ഠം വരെത്തി, ഭഗവാന്റെ അടുത്ത് വരെത്തി എന്നാണ് പറയുന്നത്. ഭഗവാനെ ഉണർത്തിച്ചു എന്നാണ് പറയുന്നത്. അത് സാക്ഷാൽ മഹാപ്രഭു തന്നെ പിന്നീട് അത് പറയുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഹേ കൃഷ്ണ, ഭൂലോകത്ത് മുഴുവൻ കലി ബാധിച്ചിരിക്കുന്നു. അവിടുത്തെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ ഈ കാലത്ത് ജനങ്ങൾക്ക് മുക്തി ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ വിലാപമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീതാദേവി വളരെ വിഷമത്തിലായിരുന്നു. അദ്വൈതാചാര്യർ ആർത്തു വിലപിച്ചു: ഹേ കൃഷ്ണ ദീനബന്ധു, ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഇനി ധർമ്മമുണ്ടാവില്ലേ? ദ്വാപരയുഗം കഴിഞ്ഞിട്ട് 5000 കൊല്ലങ്ങളായി. മനുഷ്യർക്ക് അവിടുത്തെ തൃപ്പാദം മാത്രമേ ആശ്രയമുള്ളൂ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ എന്താണ്: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പോൾ എന്താണ് അതിൽ ഭഗവാൻ പറയുന്നു, എപ്പോഴാണോ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നു, അധർമ്മം തഴച്ചു വളരുമ്പോഴൊക്കെ ഞാൻ വരുന്നു എന്ന്. ഒരു സാധു എന്ന വാക്കിൻ്റെ അർത്ഥം ഭഗവത്ഗീതയിൽ പറയുന്നത് 100% കൃഷ്ണബോധം ഉള്ള ഒരാളെയാണ് സാധു എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പരിശുദ്ധ ഭക്തനും സാധുവുമായിരുന്നു ശ്രീ അദ്വൈതാചാര്യർ. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇത്രയും പരിശുദ്ധനായ ഒരു ഭക്തൻ, ഒരു സാധു അദ്ദേഹത്തെ ഉണർത്തിച്ചു, അദ്ദേഹത്തെ വിളിച്ചതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വരാനുള്ള ഒരു പ്രധാന കാരണം. അത് നമ്മൾ ഭാഗവതത്തിൽ കാണുന്നുണ്ട്. അതായത് 10th കാൻറ്റോയിൽ 14ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ ടെക്സ്റ്റിൽ ശ്രീ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, അങ്ങ് പല അവതാരങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് വരുന്നത് തൻ്റെ പ്രിയ ഭക്തരോട് പ്രത്യേക കാരുണ്യം കാണിക്കാനാണ്. അങ്ങ് മനുഷ്യരുടെ ഇടയിൽ വരുന്നു, രാമചന്ദ്രനായി വരുന്നു, പരശുരാമനായി വരുന്നു, അങ്ങ് മത്സ്യാവതാരം എടുക്കുന്നുണ്ട്. അങ്ങനെ പല അവതാരങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അങ്ങയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാധുക്കളായ ഭക്തരെ രക്ഷിക്കുക എന്നതാണ്. അപ്പോൾ അത്തരം ഒരു സാധുവും ഒരു പരമ വൈഷ്ണവനും പരിശുദ്ധ ഭക്തനുമായിരുന്നു അദ്വൈതാചാര്യർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കഠിനവ്രതവും ശ്രീ ചൈതന്യ മഹാപ്രഭു വരാനുള്ളൊരു പ്രധാന കാരണമായി മാറി. ഒരു ഗ്രാമത്തിൽ ശ്രീവാസ് ടാഗോറിൻ്റെ ഗൃഹത്തിൽ എന്നും ഇങ്ങനെ ഒച്ചത്തിൽ നാമസങ്കീർത്തനമൊക്കെ നടക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് യാഥാസ്ഥിതിക ബ്രാഹ്മണർ എന്നും കുറ്റം പറയുമായിരുന്നു. എന്താണ് ഇങ്ങനെ ഒച്ചയിടുന്ന, എന്തിനാണ്? പൂജയും ഒക്കെ ചെയ്താൽ പോരെ ഇവർക്ക് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ സങ്കീർത്തനമൊക്കെ കഴിഞ്ഞ് അദ്വൈതാചാര്യരും ശ്രീവാസ് ടാഗോറും മറ്റു വൈഷ്ണവരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യും, കലിയുഗത്തിലെ ഈ അവസ്ഥ, മനുഷ്യർക്കൊന്നും നാമത്തിലൊന്നും ഒരു താല്പര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമിക്കുകയാണ്. അപ്പം ശ്രീവാസാചാര്യൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ക്ഷമയാണ് വൈഷ്ണവന് ഭൂഷണം, വിശ്വാസം കൈവിടരുത് എന്നൊക്കെ. അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അവർ ഭക്തരായ ജഗന്നാഥ് മിശ്രയുടെയും സച്ചി ദേവിയുടെയും കാര്യം പറയുന്നത്. സച്ചി ദേവി 10ാമതും ഗർഭിണിയാണെന്നും 9ാമത്തെ മകൻ വിശ്വരൂപൻ
ദിവ്യബാലനാണെന്നും 10ാമത്തെ കുട്ടി അതിലും വിശ്വവിഖ്യാതനായിത്തീരും എന്നൊക്കെ. അപ്പോൾ അതുവരെ മൗനത്തിലായിരുന്ന അദ്വൈതാചാര്യർ പെട്ടെന്ന് അണപൊട്ടി ആറുപോലെ ഭാവവേദം വന്ന് അട്ടഹസിക്കും. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കീർത്തന അവതാര ലീലകൾ ഞാൻ പ്രത്യക്ഷപ്പെടുത്തുമെന്നും അതുമൂലം ഈ കലിയുഗത്തിലെ ഈ അവസ്ഥകളൊക്കെ മാറുമെന്നും അദ്ദേഹം അട്ടഹസിച്ച് ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുകയാണ്. പിന്നീട് കുറച്ചും കൂടി ശാന്തനായിട്ട് അദ്ദേഹം പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അവതരിക്കും എന്നത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഈ നവദ്വീപിലേക്ക് ഞാൻ തന്നെ ഭഗവാനെ ആനയിച്ചു കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരെയും പ്രേമത്തിൽ ആറാടിക്കും എന്ന് പറയും. എന്നിട്ട് ചില നിമിത്തങ്ങളൊക്കെ കണ്ടിട്ട് അദ്വൈതാചാര്യർ സച്ചിദേവിയും ജഗന്നാഥ് മിശ്രയും കാണാനായിട്ട് ചെല്ലുകയാണ്. വിശ്വരൂപൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളൊക്കെ കഴുകി തുടച്ച് അകത്തേക്ക് ആനയിക്കും. എന്നിട്ട് അദ്വൈതാചാര്യർ പറയും ജഗന്നാഥ് മിശ്രയും സച്ചിദേവിയും ഭഗവത് അംശങ്ങളാണെന്നും. അദ്വൈതാചാര്യരാകട്ടെ ഗദ്ഗദനായിട്ട് കണ്ണീര് പൊഴിച്ച് കൈകൂപ്പി സച്ചിദേവിയെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങും. സച്ചിദേവിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അദ്ദേഹം കയ്യിലിരുന്ന ചന്ദനമൊക്കെ സച്ചിദേവിക്ക് കൊടുക്കും. സച്ചിദേവിയും ജഗന്നാഥ് മിശ്രയും ഒന്നിച്ചു നിർത്തി അദ്വൈത ആചാര്യർ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യും. 7ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ആ ദിവ്യ ദമ്പതിമാരെ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിക്കും. പിന്നീട് 1986 ശ്രീ ചൈതന്യ മഹാപ്രഭു ജനിക്കുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യർ 52 വയസ്സിന് മൂത്തതാണ് ശ്രീ അദ്വൈതാചാര്യർ. അതായത് ഒരിടത്ത് പറയുന്നുണ്ട്, അതായത് ശ്രീ അദ്വൈതാചാര്യർ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് ശ്രീകൃഷ്ണ ചൈതന്യമാണെന്ന്. പക്ഷെ അന്നത് ആർക്കും മനസ്സിലായില്ല. പിന്നീട് അദ്വൈതാചാര്യരുടെ ഗുരു എന്ന് പറയുന്നത് മാധവേന്ദ്രപുരിയാണ്. അതായത് മാധവേന്ദ്രപുരിയുടെ ഒരു കഥ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പരമഭക്തനാണ്, ശുദ്ധഭക്തനാണ്. അദ്ദേഹം ഒരു ദിവസം വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഭഗവത് ദർശനം കിട്ടുകയും ഭഗവാൻ അദ്ദേഹത്തോട് ഭഗവാനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദനം കൊണ്ടുവരാൻ പറയും. അപ്പോൾ ആ യാത്രയിൽ പോകുമ്പോൾ, ശാന്തിപൂർ വഴി പോകുമ്പോൾ ആണ് അദ്വൈതാചാര്യർ മാധവേന്ദ്രപുരിയെ കാണുന്നത്. അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാണെന്നും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കണമെന്നും അദ്വൈതാചാര്യർക്ക് തോന്നും. അങ്ങനെ മാധവേന്ദ്രപുരിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. ഈ മാധവേന്ദ്രപുരിൻ്റെ ശിഷ്യനായ ഈശ്വരപുരിയാണ് പിന്നീട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവായി വരുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആവിർഭാവത്തിന് മുന്നേ തന്നെ എല്ലാ വൈഷ്ണവ ഭക്തരും അദ്വൈതാചാര്യരുടെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. എന്നിട്ട് അദ്വൈതാചാര്യർ അവർക്ക് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവത തത്വവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിരവധി കൃഷ്ണ ഭക്തർ കൃഷ്ണൻ്റെ ലീലകളൊക്കെ കേൾക്കുന്നതിലും പുണ്യനാമം ജപിക്കുന്നതിനും കൃഷ്ണനെ ആരാധിക്കുന്നതിലും ഒക്കെ ആ സമയത്ത് ആനന്ദം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ശ്രീ ഗൗരാംഗ മഹാപ്രഭു ജനിച്ച ആ ദിവസം അദ്വൈതാചാര്യർ വളരെ സന്തോഷത്തിലായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കീർത്തനങ്ങളൊക്കെ പാടി നൃത്തം വെച്ചു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഈ അദ്വൈതാചാര്യർ മഹാപ്രഭുവിനെ കാണാൻ പോയില്ല, ജനിച്ചിട്ട് കാണാൻ പോയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീതാദേവിയാണ് പറഞ്ഞു വിടുന്നത്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിടും, പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹം മനസ്സിലിങ്ങനെ വിചാരിക്കും, എൻ്റെ പ്രഭുവാണ് അവതരിച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ പോകാമെന്ന് വിചാരിക്കും. ഒരു ദിവസം നിമായിക്ക് 8 വയസ്സ്, അതായത് ഗൗരാംഗ മഹാപ്രഭുവിനെ ചെറുപ്പത്തിൽ നിമായി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അന്ന് അദ്വൈതാചാര്യരുടെ ഗൃഹത്തിൽ ഇങ്ങനെ സത്സംഗം നടക്കുമ്പോൾ ജ്യേഷ്ഠനായ വിശ്വരൂപൻ എന്നും ഈ സത്സംഗം കേൾക്കാൻ പോകും. എന്നിട്ട് അതിലിങ്ങനെ മഗ്നനായിരിക്കും, ഊണുറക്കമൊന്നും ഇല്ലാതെ. അപ്പോൾ ഒരു ദിവസം അമ്മ പറയും, സച്ചിദേവി പറയും നിമായിയോട്, പോയി ജ്യേഷ്ഠനെ വിളിച്ചിട്ട് വാ, ഊണ് സമയമായി എന്ന് പറയും. അപ്പോൾ അവിടെ ഇങ്ങനെ അതിഗംഭീരമായ അവസ്ഥയിൽ കൃഷ്ണ കഥകളൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. അതേവരെ സദസ്സിലുള്ള സത്സംഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഇങ്ങനെ വിശ്വരൂപൻ്റെ സൗന്ദര്യത്തിലും ബുദ്ധിവൈഭവത്തിലും ഒക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ദിവ്യബാലനായ നിമായിയെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ചു പോവും. ആർക്കും അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായില്ല. നിമായിയുടെ സാന്നിധ്യം അത്രയ്ക്ക് പരമാനന്ദരസപ്രദമായിരുന്നു.
അങ്ങനെ പിൽക്കാലത്ത് വിശ്വരൂപൻ സന്യാസ ദീക്ഷ എടുത്തു പോവും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം സച്ചീദേവി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഗൗരാംഗ മഹാപ്രഭു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്വൈതാചാര്യരുടെ സത്സംഗത്തിനൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സച്ചീദേവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അദ്വൈത എന്ന് വെച്ചാൽ ഒന്നിപ്പിക്കണം. അദ്ദേഹം എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ഒന്നിപ്പിക്കാതെ അദ്ദേഹം വേർപിരിച്ചല്ലോ. അതായത് മൂത്ത മകൻ വിശ്വരൂപൻ സന്യാസ ദീക്ഷ എടുത്തു പോയി. അതിൽ അമ്മയ്ക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഗൗരാംഗ മഹാപ്രഭുവും ഗൗരാംഗനും അദ്ദേഹത്തിൻ്റെ സത്സംഗമൊക്കെ കേൾക്കുന്നു. ഈ ഗൗരാംഗനം എന്നെ വിട്ടു പോകുമോ, എനിക്കിനി ആരുണ്ട് എന്നൊക്കെ അമ്മ ഇങ്ങനെ വെറുതെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അമ്മ എന്താണ് ഒരു മാതൃവാത്സല്യം കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു പോയതാണ്. പക്ഷെ അമ്മ അത് ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ സാക്ഷാൽ ഗൗരാംഗ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണ്, അന്തര്യാമിയാണ്, പരമാത്മാവാണ്. ജീവാത്മാക്കളുടെ ഓരോ സ്പന്ദനങ്ങളും ഭഗവാൻ അറിയാം, ഓരോ ചിന്തകളും ഭഗവാൻ അറിയാം. അപ്പോൾ പിന്നീട് ഭഗവാന്റെ മഹാപ്രകാശ് ലീലയിൽ ഭഗവാൻ ഓരോ ഭക്തർക്കും ഇങ്ങനെ അവരുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഭക്തർ ചോദിക്കും, എന്തുകൊണ്ട് അമ്മ സച്ചിദേവിയെ വിളിക്കുന്നില്ല എന്ന്. അപ്പോൾ മഹാപ്രഭു പറയും, അമ്മ ഇങ്ങനൊരു അപരാധം അദ്വൈതാചാര്യരോട് ചെയ്തു. എന്താണ്? പക്ഷേ അത് അമ്മ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഭക്തർ ചെന്ന് സച്ചിദേവി ഇത് അറിയിക്കും. അപ്പോൾ സച്ചിദേവി വളരെ വിഷമിക്കും. കാരണം അമ്മ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ഇതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അമ്മ വിചാരിക്കും. സച്ചിദേവി ഓടി വന്ന് അദ്വൈതാചാര്യരോട് മാപ്പ് പറയുകയും പെട്ടെന്ന് തന്നെ അദ്വൈതാചാര്യരുടെ തൃപ്പാദങ്ങളിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് തലയിലൊക്കെ വെച്ച് അദ്ദേഹത്തിനോട് ഹൃദയാംഗതമായി മാപ്പപേക്ഷിക്കും. ഇത് കണ്ട് ചൈതന്യ മഹാപ്രഭു വളരെ സന്തുഷ്ടനായ അപരാധം ക്ഷമിക്കുകയും ചെയ്യും. ഒരു ദിവസം ശ്രീ ചൈതന്യ മഹാപ്രഭു ആവട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തിലോട്ട് മാറും. അപ്പം നിമായി പണ്ഡിത് ശ്രീവാസാചാര്യൻ്റെ അനുജനായ രാമായി പണ്ഡിറ്റിനോട് പറയും, രാമായി, അദ്വൈതാചാര്യരോട് ഉടൻ തന്നെ എൻ്റെ ഗൗരാംഗ അവതാരത്തെക്കുറിച്ച് പറയണം. ഇത്രയും നാൾ താങ്കൾ ആരെയാണോ ആരാധിച്ചതും അവതരിക്കാനായി കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ചതും എല്ലാം ഇതാ സഫലമായിരിക്കുന്നു. ഏത് ഭഗവാനെയാണോ അങ്ങ് ആരാധിച്ചത് ആ ഭഗവാൻ സ്വയം വന്നിരിക്കുന്നു. അദ്വൈതാചാര്യരോട് നവദ്വീപിലേക്ക് കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടി എൻ്റെ ആരാധന ചെയ്യാൻ വരണമെന്ന് പറയും. അങ്ങനെ അദ്വൈതാചാര്യരുടെ ഗൃഹത്തിലേക്ക് രാമായി പണ്ഡിറ്റ് പോവുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അദ്വൈതാചാര്യർക്ക് ഇത് മനസ്സിലാവും. അതിനകം തന്നെ അദ്വൈതാചാര്യർക്ക് നിമായും നിത്തായിയും ഒക്കെ ആരാന്നറിയാമായിരുന്നു. എന്നാലും ഒരു ചെറിയ സംശയം ഉണ്ട്. അപ്പോൾ രാമായി പണ്ഡിറ്റ് അവിടെ എത്തുമ്പോൾ തന്നെ ശ്രീവാസാചാര്യൻ പറയും, നിമായി പണ്ഡിറ്റ് എന്നെ അന്വേഷിച്ചൂലേ? എന്നിട്ട് അദ്വൈതാചാര്യർ പറയും, അതൊക്കെ എൻ്റെ ഊഹങ്ങൾ അവിടെ ഇരിക്കട്ടെ, എന്താ കാര്യം എന്ന് പറയും. അപ്പം തന്നെ രാമായി പണ്ഡിറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, അങ്ങ് ത്രികാലജ്ഞാനിയാണ്, അങ്ങയ്ക്കെല്ലാം അറിയാം. എങ്കിലും നിമായി പണ്ഡിതൻ പറഞ്ഞതാണ്, അങ്ങ് ഇത്രയും നാൾ കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ആ പരമ്പൊരുൾ വ്യക്തിരൂപത്തിൽ അങ്ങേ ക്ഷണിക്കുന്നു. അങ്ങ് കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടി വരണമെന്ന് പറയും. ഇത് കേട്ടതും അദ്വൈതാചാര്യർ ഗദ്ഗദനായിട്ട് കരയും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ പരമ്പൊരുളായ ശ്രീകൃഷ്ണ ഭഗവാനോട് ഹരിനാമ സങ്കീർത്തനത്തിനായി അവതരിക്കാൻ യാചിച്ചു. അവിടുന്ന് ഇതാ സ്വയം അവതരിച്ചിരിക്കുകയാണ് ഈ നവദ്വീപിൽ. എന്നിട്ട് അദ്ദേഹം കുടുംബസമേതം പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നവദ്വീപിലേക്ക് രാമായി പണ്ഡിറ്റിനോടൊപ്പം യാത്രയാവും. പക്ഷേ അദ്വൈതാചാര്യർ ഇങ്ങനെ പറയും, ശ്രീ ഗൗരാംഗ മഹാപ്രഭു എൻ്റെ ആരാധ്യ ഇഷ്ടദേവനാണെങ്കിൽ ആ സത്യം എന്നോട് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹം പ്രത്യക്ഷനായില്ല? എനിക്ക് ബോധ്യമാവാൻ അദ്ദേഹം എന്തെങ്കിലും ഒരു വിസ്മയം ചെയ്യണ്ടേ? എൻ്റെ ശിരസിൽ അവിടുന്ന് തൃപ്പാദം വെക്കട്ടെ, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എൻ്റെ മദൻ ഗോപാൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, ഗൗരാംഗനായി വന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹം നവദ്വീപിലേക്ക് യാത്രയാവും. പക്ഷെ അദ്ദേഹം നേരിട്ട് ഭഗവാനെ കാണാൻ ചെല്ലില്ല. അദ്ദേഹം നന്ദനാചാര്യരുടെ ഗൃഹത്തിൽ പോവും, മറ്റൊരു ഭക്തൻ്റെ ഗൃഹത്തിലേക്ക് പോയിരിക്കും. പക്ഷേ ഗൗരാംഗ മഹാപ്രഭു അദ്ദേഹം പരമാത്മാവാണ്, അന്തര്യാമിയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ സ്പന്ദനങ്ങളും ചേഷ്ടകളും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. പെട്ടെന്ന് തന്നെ ഗൗരാംഗ മഹാപ്രഭു ഇങ്ങനെ ഒച്ചത്തിൽ അലറിയിട്ട്
വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന പീഠത്തിൽ പോയിരിക്കും. എന്നിട്ട് ചോദിക്കും, നാട എവിടെ? നാട ഇതാ വന്നിരിക്കുന്നു, എന്നെ പരീക്ഷിക്കുകയാണ്, തൻ്റെ ഇഷ്ടദേവൻ തന്നെയാണോ എന്ന് സംശയിക്കുന്നു നാട എന്ന് പറയും. ആചാര്യന്മാർ പറയുന്നത് ഇവിടെ നാട എന്ന് പറയുന്നത്, നാര എന്ന വാക്ക് ജീവാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രളയ സമയത്ത് എല്ലാ ബദ്ധ ജീവാത്മാക്കളും വിശ്രമ കേന്ദ്രമായി എല്ലാ ജീവാത്മാക്കളുടെയും വിശ്രമസ്ഥാനം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് സാക്ഷാൽ അദ്വൈതാചാര്യർ. അതുകൊണ്ടാണ് നാട എന്ന് വിളിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ആ ദേശത്ത് രായ്ക്ക് പകരം അവർ ഢായാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നാട എന്ന് വിളിച്ചത്. അങ്ങനെ പെട്ടെന്ന് നിത്യാനന്ദ പ്രഭു ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ ദിവ്യ മനോഭാവം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ കുടയെടുത്ത് അദ്ദേഹം തലയ്ക്കുമേൽ പിടിക്കും. ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ തലയ്ക്കുമേൽ പിടിക്കും, അനന്തശേഷൻ മഹാവിഷ്ണുവിനെന്ന പോലെ. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ്ജി കർപ്പൂരം കത്തിച്ച് ആരതി ചെയ്യും. അങ്ങനെ ഓരോരുത്തരും വന്ന് അത് അനുഗ്രഹിക്കും. അങ്ങനെ രാമായി പണ്ഡിറ്റ് അവിടെ എത്തും. അപ്പോൾ മഹാപ്രഭു പറയാണ്, നാട എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലേ, നന്ദനാചാര്യരുടെ ഗൃഹത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരൂ, എനിക്കറിയാം അവിടെ ഉണ്ടെന്ന്. അങ്ങനെ രാമായി വീണ്ടും ചെല്ലും. അദ്വൈതാചാര്യർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവും. എന്നിട്ട് അദ്വൈതാചാര്യർ പറയും, ഇനി എനിക്ക് എന്ത് വേണം? എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. എൻ്റെ പ്രഭു ഇതാ വന്നിരിക്കുന്നു, സ്വയം വിളംബരം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവതാര രഹസ്യം. അദ്ദേഹം കുടുംബസമേതം ഗൗരാംഗ മഹാപ്രഭുവിനെ ദർശിക്കാനായിട്ട് ചെല്ലുകയും അദ്ദേഹം കുടുംബവും മൊത്തവും വീണ് നമസ്കരിക്കും ഗൗരാംഗ മഹാപ്രഭുവിനെ. എന്നിട്ട് അദ്വൈതാചാര്യർ ഇങ്ങനെ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കും. തങ്കവർണ്ണനായ ശ്രീ ഗൗരാംഗനാകട്ടെ ചെന്താമര പൂ പോലുള്ള കണ്ണുകൾ കൊണ്ട് അദ്ദേഹത്തെ കടാക്ഷിച്ചിങ്ങനെ നോക്കും. എന്നിട്ട് മന്ദഹസിക്കും. പിന്നീട് അദ്വൈതാചാര്യർ കണ്ട കാഴ്ച അവർണ്ണനീയമാണ്. അദ്വൈതാചാര്യർ കാണുന്നത് ശങ്കരനും കാർത്തികേയനും ഒക്കെ തൻ്റെ 33 ദേവന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അദ്വൈതാചാര്യരും സീതാദേവിയും ഒക്കെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അദ്വൈതാചാര്യർ അഭിസംബോധന ചെയ്തുകൊണ്ട് പരമ്പൊരുളായ ശ്രീ ഭഗവാൻ ഗൗരാംഗ മഹാപ്രഭു പറയാണ്, നാഥ, അങ്ങയുടെ ശാഠ്യപ്രകാരമാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങയുടെ പ്രതിജ്ഞകൾ നിറവേറ്റേണ്ടേ? പാലാഴിയിൽ ഞാൻ യോഗനിദ്രയിലായിരുന്നു. അങ്ങയുടെ അട്ടഹാസങ്ങളാണ് എന്നെ ഉണർത്തിച്ചിടം വരെ എത്തിയത്. ഈ ഭൂമിയിലെ ജീവന്മാരോട് അങ്ങയ്ക്കുണ്ടായ അപാരമായ കരുണയാണ് എന്നെ ബന്ധനാവസ്ഥയിലാക്കിയത്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇക്കണ്ട ദേവതകളും മറ്റും അങ്ങയുടെ മാത്രം ഇഷ്ടപൂരണത്തിനായി വന്നു ചേർന്നവരാണ്. അദ്വൈത ആചാര്യർ ഇത് കണ്ട് വിസ്മയത്തോടെ കൈകൾ രണ്ടും ഉയർത്തി അദ്ദേഹത്തെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം പറയും, ഹേ കൃഷ്ണ ശ്യാമസുന്ദര, അവിടത്തേക്കല്ലാതെ ഈ ജീവന്മാരെ ആർക്കാണ് മുക്തരാക്കാൻ സാധിക്കുക? അത് പറയുന്നുണ്ട്. കാരണം അദ്വൈതാചാര്യർ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കലിയുഗത്തിന്, അന്നത്തെ കലിയുഗത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ വരണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും പ്രാർത്ഥിക്കുകയും വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു പറയും, എൻ്റെ ആരാധന ഉടൻ തന്നെ തുടങ്ങുക. ഇത് കേട്ടിട്ട് അദ്വൈതാചാര്യർ പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോന്നായി ഇങ്ങനെ ആദ്യം സുഗന്ധ തൈലം പുരട്ടും. എന്നിട്ട് തുളസിക്കതിര് ചന്ദനത്തിൽ മുക്കിയിട്ട് തിരുനെറ്റിയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ എന്നും മറ്റ് സ്തോത്രങ്ങളൊക്കെ ഭംഗിയായി പാടി മഹാപ്രഭുവിനെ സ്തുതിക്കും. എന്നിട്ട് സാഷ്ടാംഗം വീണ് ആ ശ്രീപാദങ്ങളെ പൂർണ്ണമായി ആശ്രയിച്ച് നമസ്കരിക്കും. ഇത് കണ്ട് മറ്റ് ഭക്തരെല്ലാം ഇങ്ങനെ നിലവിളിക്കുകയും അന്യോന്യം അവർ ദീനരോധനം ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് അദ്വൈതാചാര്യർ എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു പറയും, നാഥ സങ്കീർത്തനം ചെയ്താലും എന്നൊക്കെ പറയും. അപ്പോൾ അദ്വൈതാചാര്യർ ചാടി എണീർത്ത് നർത്തനം ചെയ്തുകൊണ്ട്
ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ കീർത്തനങ്ങളൊക്കെ പാടും. ഹരിഹരായ നമഃ, കൃഷ്ണ യാദവായ നമഃ, യാദവായ മാധവായ കേശവായ നമഃ എന്ന കീർത്തനമൊക്കെ പാടും. അങ്ങനെ അദ്വൈതാചാര്യർ എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു ചോദിക്കും, നാഥ ഒരു വരം ചോദിച്ചാലും. അപ്പോൾ അദ്വൈതാചാര്യർ പറയും, ഞാൻ ആഗ്രഹിച്ചതെല്ലാം അങ്ങ് യാഥാർത്ഥ്യമാക്കി, ഇനി എനിക്കൊന്നും ആഗ്രഹങ്ങളില്ല. അങ്ങേ പ്രത്യക്ഷപ്പെടുത്തി ആ തൃക്കണ്ണു മുന്നിൽ അടിയൻ നൃത്തം വർദ്ധിക്കുകയും ചെയ്തു. എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു ഒരു വശത്തേക്ക് ഇങ്ങനെ തല ചരിച്ചു വെച്ച് അനന്തതയിലേക്ക് നോക്കിക്കൊണ്ട് ഗംഭീര സ്വരത്തിൽ പറയും, അങ്ങ് കാരണമാണ് ഞാൻ അവതരിച്ചത്. തിരുനാമജപവും സങ്കീർത്തനവും ജീവരാശിക്കായി കലികാലത്ത് ഞാൻ വിതരണം ചെയ്യും. ബ്രഹ്മാവും ശങ്കരനുമൊക്കെ തപസ് ചെയ്ത് നേടാൻ കൊതിക്കുന്ന ആ പ്രേമഭക്തി ഉണ്ടല്ലോ, ഞാൻ സൗജന്യമായി വിതരണം ചെയ്യും എന്ന് ഗൗരാംഗ മഹാപ്രഭു അദ്വൈതാചാര്യരോട് പറയുകയാണ്. പക്ഷേ എന്നിട്ട് അദ്വൈതാചാര്യർ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങ് ആ ദിവ്യ പ്രേമം വിതരണം ചെയ്യണം, എല്ലാവർക്കും വിതരണം ചെയ്യണം. എന്താണ്, കുലം, പദവി, സമ്പത്ത്, ശാസ്ത്ര പാണ്ഡിത്യം എന്നിവയിൽ ഇങ്ങനെ മഗ്നരായിരിക്കുന്ന ആൾക്കാർ അങ്ങേ അനാദരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്തരെ പരിഹസിച്ചും അലട്ടിയും ഒക്കെ ജീവിക്കുന്നവരെ അങ്ങ് ശിക്ഷിക്കുകയും വേണം എന്ന് അദ്വൈതാചാര്യർ പറയും. പക്ഷേ അങ്ങ് തിരുനാമജപം ഉണ്ടല്ലോ എല്ലാവർക്കും നൽകണം. ആ ലഹരിയിൽ ബോധമറ്റ് കുലബോധവും മറ്റും കളഞ്ഞ് എല്ലാവരും നൃത്തം വയ്ക്കണം എന്ന് പറയും അദ്വൈതാചാര്യർ. ഇത് കേട്ടിട്ട് ശ്രീ ഗൗരാംഗ മഹാപ്രഭു അദ്ദേഹത്തിന് വാക്കുകൊടുക്കും, അങ്ങ് പറഞ്ഞതെല്ലാം സ്തുത്യർഹ്യം. ഇങ്ങനെയൊക്കെ എല്ലാം അങ്ങനെ തന്നെ നടക്കുമെന്ന് ഒരു വരം കൊടുക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ അദ്വൈതാചാര്യരുടെ മഹത്വത്തെപ്പറ്റി പറയാറുണ്ട്. അദ്വൈതാചാര്യർ സ്വയം ഭഗവാനാണെന്നും ഭക്ത അവതാരമെടുത്ത് വന്നതാണെന്നും കൃഷ്ണഭക്തിയിലും ശാസ്ത്രങ്ങളിലും അദ്വൈതാചാര്യർക്ക് അറിവുള്ളതുപോലെ മറ്റാർക്കും ഇല്ലെന്നും, അതായത് കൃഷ്ണഭക്തി അദ്ദേഹത്തിനുള്ളതുപോലെ മറ്റാർക്കും ഇല്ലെന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ശ്രീല നരോത്തമദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ശ്രീ ഗൗരപാദപത്മ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദയാ കരോ സീതാപതി അദ്വൈത ഗോസായി തവ കൃപ ബലേ പായ് ചൈതന്യ നിത്തായി. അതായത് ശ്രീ അദ്വൈതാചാര്യരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ആവിർഭാവ ദിവസം, നമുക്ക് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കിട്ടിയാൽ നമുക്ക് ശ്രീ ഗൗരാംഗ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാവും. ഗൗരാംഗ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശ്രീമതി രാധാറാണിയുടെയും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.